ക്രിയേറ്റീവ് വൈബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പൊ ഞാൻ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മള് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഇന്ന് നിങ്ങളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എങ്ങനെയാണ് എന്തൊക്കെയാണ് പ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എല്ലാത്തിന്റെ പ്രൈസ് എനിക്കറിയില്ല, എനിക്ക് അറിയുന്നതിന്റെ പ്രൈസൊക്കെ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബെഡിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇത് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേപ്പറാണ്. ഒരു കട്ടിയുള്ള സൈസ് പേപ്പറാണ്. അധികം ലെങ്ത് ഒന്നും വരുന്നില്ല. ഇത്രേ നീളം വരുന്നുള്ളൂ. പക്ഷേ പേപ്പറിന് തന്നെ 25 രൂപ വരുന്നുണ്ട്. ഇത് റേറ്റ് ഇവിടെ ഉണ്ട്. അതിൻ്റെ വൈറ്റ്, റെഡ്, ക്രീം കളറ്. ഇതൊരു ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. ഇതതിൻ്റെ ക്രീം ഒന്നും കൂടി ഉണ്ട്. ഇത് മെറൂണ്. ഇനി സാധാ ഫ്ലവർ ഉണ്ടാക്കുന്ന ഒരു പേപ്പറാണ്. ഇത് ഒരുപാട് മുന്നേ വാങ്ങിച്ചിട്ടുള്ള, ഞാൻ ചെറുതായിരിക്കുമ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതൊക്കെ കുറേ കേട് വന്നിട്ടുണ്ട്. ഇനി നമ്മളെ കയ്യിലുള്ളത് ഇതുപോലത്തെ കളർ പേപ്പറുകളാണ്. ഇതൊരു ഫുള്ളൊരു കവറായിട്ട് വാങ്ങിച്ചതാണ്. ഇതുപോലത്തെ കളർ പേപ്പർ എല്ലാ കളേഴ്സും ഉണ്ട്. റെഡ് കളറൊക്കെ തീർന്നു. ഫ്ലവേഴ്സ് അധികം ഉണ്ടാക്കാറില്ല, കാരണം ഫ്ലവേഴ്സ് അങ്ങനെ ആരും കാണുന്നില്ല. കൂടുതൽ ബോട്ടിലായിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഇതുപോലെ ക്ലേ ആണ്. എയർ ഡ്രൈ ക്ലേ ആണ്. ഇത് 800 ഗ്രാമിന്റെ പാക്കറ്റാണ്. 250 രൂപയാണ് 800 ഗ്രാമിന് വരുന്നുള്ളൂ. ഇതിൽ ഒരുപാട് ഉണ്ടായിരുന്നു. ഒരു ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ബ്രഷുകളുണ്ട്. ഇതാണ് ഏറ്റവും വലിയ ബ്രഷ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് ഫ്ലാറ്റ് ബ്രഷാണ്. 2 ഫ്ലാറ്റ് ബ്രഷും ഉണ്ട്. പിന്നെ സാധാ നോർമൽ ബ്രഷുകളാണ്. നമ്മുടെ കയ്യിൽ അതുപോലത്തെ ഒരു കുഞ്ഞൊരു ഫെവിക്കോൾ ഉണ്ട്. ഇതിന് എന്താ റേറ്റ് വരുന്നതിന് 10 രൂപ വരുന്നുള്ളൂ. സെയിം വലുതും നമ്മുടെ കയ്യിലുണ്ട്. ഇതിന് 75 രൂപ റേറ്റ് വരുന്നത്. ഇതുപോലത്തെ കുറച്ച് ഗ്ലിറ്റേഴ്സ് ഉണ്ട്. ഗ്ലിറ്റർ ഗ്ലൂ ആണ്. അതുപോലെ ബ്ലൂ ഉണ്ട്, റെഡ്, ഗ്രീൻ, പർപ്പിൾ, 4 കളർ. പിന്നെ 2 പെൻസിലും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു സിസേഴ്സും ഐറ്റംസ് ആണ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ ഇത് നമ്മുടെ കയ്യിൽ അതുപോലത്തെ ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചേക്ക്. ഈ ബോക്സ് ഉണ്ടാക്കുന്ന ഇത് സാധാ പഴയൊരു ഉടുപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ ബോക്സ് പ്രിങ്കിൾസിൻ്റെ ബോക്സ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതിൽ കുറച്ച് ബ്രഷ് പെന്നുകളാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ കുറച്ച് കളേഴ്സ് ഉണ്ട് ഇതിൽ. ഇതൊക്കെ ഞാനൊരു മാക്കിൻടോഷിൻ്റെ ബോക്സിലാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ മാക്രേം കയറാണ്. കുറച്ച് നൂലുകളുണ്ട്. റെഡ്, യെല്ലോ, അങ്ങനെ കുറച്ച് കളേഴ്സ് ഉണ്ട്. കുറച്ചധികം കളേഴ്സ് ഉണ്ട്. ഇതുപോലത്തെ നൂല് വെച്ചിട്ടാണ് ഞാൻ പപ്പിനെ ചെയ്തിട്ടുണ്ട്. മുന്നേ ഒരു നായ്ക്കുട്ടിനെ ചിരട്ട വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നല്ല അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. സൈക്കിൾ ചെയ്തിട്ടുണ്ട് റെഡ് നൂല് വെച്ചിട്ട്. അതൊക്കെ ഫസ്റ്റ് നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് ഇട്ടതാണ്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ അതിനേത് നല്ല എഫേർട്ട് എടുത്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തത് നമ്മുടെ കയ്യിലുള്ളത് കുറച്ച് സ്റ്റിക്കുകളാണ്. കുറച്ചധികം സ്റ്റിക്കുകളുണ്ട്. ഇത് വെച്ചിട്ട് അധികം നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഞാൻ കൂടുതൽ ബോട്ടിലാട്ടാണ് ചെയ്യുന്നത്, കാരണം കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം ബോട്ടിലാട്ടാണ്. അതുകൊണ്ട് ഞാൻ അതിലാണ് കൂടുതലായിട്ട് ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റിക്കായിട്ടുള്ള ഐഡിയാസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിൽ 46 സ്റ്റിക്ക് ഉണ്ട്. 29 രൂപയെ വരുന്നുള്ളൂ. അതായത് വലിയ സ്റ്റിക്കാണ്. ഇത് ഞാൻ അധികം കടകളിലൊന്നും കാണാറില്ല. കണ്ടോ, ഇതിന് റേറ്റ് വരുന്നത് 78 രൂപ റേറ്റ് കാണാം. ഇനി ഈ ഒരു ബോക്സിൽ വെച്ചിട്ടുള്ളത് നമ്മൾ പെയിൻറ്റിൻ്റെ ബോട്ടിൽസ്, കാലിയായിട്ടുള്ള ബോട്ടിൽസ് ഒക്കെ ഒരുപാട് ബോട്ടിൽസ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ അതൊരു ഫോയിൽ പേപ്പർ വേസ്റ്റാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെച്ചതാണ്. ഇതുപോലത്തെ പലതരം കുറച്ച് വേസ്റ്റുകളൊക്കെ കൊടുന്ന് വെച്ചിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ ആവശ്യം വരുന്ന വിചാരിച്ച ഒരു സിബുണ്ട്. കുറേ ബോട്ടിൽസാണ്, വേറെ കാര്യമായിട്ടൊന്നുമില്ല അതിൽ. നമ്മുടെ മെയിൻ ഐറ്റമായി നമ്മൾ പെയിൻറ്റ്. ഒരുപാട് പെയിൻ്റ് ഉണ്ട്.
ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കിട്ടാതെ വരുമെന്ന് വിചാരിച്ച് ഒരുപാട് വാങ്ങിച്ചു വെച്ചതാണ്. ഇതൊക്കെ 2 ബോക്സ് ഇപ്പം അടുത്ത് വാങ്ങിയതാണ് കേട്ടോ. അതാണ് ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഇതൊന്നും യൂസ് ചെയ്യാത്തതാണ്. യൂസ് ചെയ്യുന്ന പെയിൻറ് ഇവിടെ വേറെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. എല്ലാ കളേഴ്സും ഉണ്ട് ഇതിൽ. ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അത് നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഡബിൾ സൈഡ് ടാപ്പാണ്. റൗണ്ടിലുള്ള കുഞ്ഞ പൊട്ട് പോലത്തെ ടാപ്പുകളാണ്. ഗ്ലൂ ഡ്രോപ്സോ ഫെവിഗോളിൻ്റെ തന്നെയാണ്. ഇതിന് വില വരുന്ന ഇതിന് ഒന്നിന് 10 രൂപ വരുന്നുള്ളൂ. അങ്ങനത്തെ 2 പാക്കറ്റ് ഉണ്ടെന്നൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഒക്കെ ഇപ്പം അടുത്ത് വാങ്ങിച്ചതാണ്. ഇത് കുറച്ച് സ്റ്റാറാണ്. നമ്മൾ ബോട്ടിൽ എവിടെയെങ്കിലൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതായിട്ട് നമ്മൾ സിമ്പിൾ ബോട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് തെർമോക്കോൾ ബോൾസ് ആണിത്. പിന്നെ ഇത് കുറച്ച് ഗ്ലൂഗണിൻ്റെ സ്റ്റിക്കാണ്. അയ്യോ, നമ്മുടെ മെയിൻ ഐറ്റം ഗ്ലൂഗൺ നമ്മൾ കാണിച്ചിട്ടില്ല, എടുക്കാൻ മറന്നിരിക്കുന്നു. ഇത് പിന്നെ ഈ ആപ്പിളിൻ്റെ മേലൊക്കെ വരുന്ന സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് കുറച്ച് ടിഷ്യൂ പേപ്പറാണ്. നമ്മൾ ബോട്ടിലൊക്കെ ചെയ്യാറുണ്ട്. ഇതൊരു ടാപ്പ്. പിന്നെ ഉള്ളത് കുറച്ച് ക്രയോൺസ് ഉണ്ട്. പിന്നെ കുറച്ച് ബഡ്സ് ആണ്. പിന്നെ ഇത് വരുന്നത് നമ്മൾ കസ്റ്റേർഡ് ആപ്പിളിൻ്റെ സീഡാണ്. നമ്മളിത് വെച്ചിട്ട് ഒരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റമാണിത്. ഇത് ക്ലേ കട്ട് ചെയ്യുന്ന ഐറ്റംസ് ആണ്. ഫ്ലവർ കട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് വളരെ എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം കൂടെ ഒരു ബോക്സിലാണ് ഞാൻ വാങ്ങിച്ചത്. അതിൻ്റെ കറക്റ്റ് റേറ്റ് എനിക്കറിയില്ല. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ കയറി നോക്കുക. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഫുള്ള് സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഫ്ലവറിൻ്റെ 3 സൈസിലുള്ള വരുന്നുണ്ട്. അതുപോലെ ഈ ഫ്ലവറിൻ്റെ ഇതിൻ്റെ 4 സൈസിലുള്ളത് വന്നിട്ടുണ്ട്. അതുപോലെ ഇത് ഏറ്റവും ചെറുതാണ്. പിന്നെ ഉള്ളത് ഇതുപോലത്തെ ഒരു ഫ്ലവർ കട്ട് ചെയ്യുന്ന ഐറ്റംസാണ്. പിന്നെ സെൻട്രൽ ഹോള് വരും. അങ്ങനത്തെ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നതാണിത്. ഇതിൻ്റെ തന്നെ 4 ഐറ്റമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെയാണ്. ഇതുപോലത്തെ സെയിം ടൈപ്പ് വരുന്ന 3 ഫ്ലവേഴ്സ് ഉണ്ട്. ബട്ടർഫ്ലൈ 3 സൈസിലുള്ള ബട്ടർഫ്ലൈസ് വന്നിട്ടുണ്ട്. പിന്നെ ലീഫുകൾ 3 സൈസിലുള്ള ഇതാണ് ഏറ്റവും വലിയ ഫ്ലവർ ഇതിൽ വരുന്നത്. പിന്നെ അതിൻ്റെ ചെറുത്. പിന്നെ ഇതിൽ സ്റ്റാറുകൾ വരുന്നുണ്ട്. സ്റ്റാറൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു അടിപൊളി ഐറ്റമാണ് ഇത്. സാധാരണ കോമൺ ആയിട്ട് കേക്ക് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മേലെ ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം കാണാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, സീ യു, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.